മക്കളെ അപ്പോൾ നമ്മൾ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ അവസാന രണ്ട് മെത്തേഡുകളിലോട്ടാണ് പോകുന്നത്. അവസാന രണ്ട് മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾജിബ്രൈക് ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡൽ ഇക്വേഷനോ സോൾവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു. അതിൽ ലാസ്റ്റ് വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് രാമാനുജൻസ് മെത്തേഡ്. പേര് പോലെ തന്നെയാണ്, ശ്രീനിവാസൻ രാമാനുജൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ് ഏതാ രാമാനുജൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമാനുജൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൾജിബ്രൈക് ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡൽ ഇക്വേഷനോ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ റൂട്ട് സ്മോളസ്റ്റ് റൂട്ട്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സ്മോളസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് രാമാനുജൻസ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ടാവും. ഓൾജിബ്രൈക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക്കോ ട്രാൻസ്ജെൻഡൽ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഒരു ഓൾജിബ്രൈക്ക് ഇക്വേഷനോ ട്രാൻസ്ജെൻഡൽ ഇക്വേഷനോ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സ്മോളസ്റ്റ് റൂട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫോർമുല, ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. അതായത് B1 B2 B3 എക്സെട്ര BN, ഇത് യൂസ് BN ഡിവൈഡഡ് ബൈ BN+1, ഇതാണ് സ്മോളസ്റ്റ് റൂട്ടായിട്ട് വരിക. അത് ഡിഫറെൻറ്റ് അപ്രോക്സിമേഷൻസിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം B1 B2 എക്സെട്ര BN ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ B2 ഡിവൈഡഡ് ബൈ B1 ബൈ B2, B2 ബൈ B3, B3 ബൈ B4, BN-1 ബൈ BN, അങ്ങനെ ചെയ്തിട്ടാണ് സ്മോളസ്റ്റ് റൂട്ടിൽ നമ്മൾ എത്തുക. കിട്ടിയോ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, തന്നിട്ടുള്ള ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ മാറ്റി എഴുതണം. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാനിത് എക്സാമ്പിൾ വെച്ച് പറയാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ, അതൊരു ഓൾജിബ്രൈക് ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ഏത് ഫോമിലേക്ക് മാറ്റണം? 1 മൈനസ് A1x പ്ലസ് ഫോമിലേക്ക് മാറ്റണം. 1 മൈനസ് എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? ഇതിൽ നമുക്ക് എങ്ങനെ മാറ്റാം? 1 മൈനസ് എന്നുള്ള ഫോമിലേക്ക് എങ്ങനെ മാറ്റാം? ഇവിടെ എഫ് ഓഫ് എക്സ് ഇതാണ്. ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ 1 മൈനസ് എന്നുള്ള ഫോമിലേക്ക് മാറ്റാം? 11x മൈനസ് 6x സ്ക്വയർ എക്സ് ക്യൂബ്, അല്ലേ? എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x ഈക്വൽ ടു 6 എന്ന് എഴുതാം ആദ്യം ഇതിനെ, അല്ലേ? ഇനി ആ 6 എന്ത് ചെയ്യുക? 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? ഇവിടെ 1 ആയിട്ട് വരും, അല്ലേ? തന്നിട്ടുള്ള ഇക്വേഷനെ നമുക്ക് ഈ ഫോമിലോട്ട് ആദ്യം മാറ്റണം. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്, പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x ഈക്വൽ ടു 6. ഇനി 6 വെച്ച്, അപ്പോൾ ഇവിടെ എന്തായി മാറി? 1. ഇനി എന്ത് ചെയ്യാം? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവാം, അല്ലേ? അപ്പോൾ 1 മൈനസ് എന്നുള്ള ഫോമിലായില്ലേ? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 6x മൈനസ് ഓഫ്, അല്ലേ? അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. 1 മൈനസ്, അല്ലേ? എന്താ വരുന്നത്? 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് വരും? മൈനസ് ഓഫ് 11x മൈനസ് 6x സ്ക്വയർ, അല്ലേ? പ്ലസ് എക്സ് ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 6, അല്ലേ? ഈ രീതിയിലല്ലേ വന്ന ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സ് സ്മോൾ ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണെന്ന് അസ്യൂം ചെയ്യുക. B1 പ്ലസ് B2x പ്ലസ് ഒരു പോളിനോമിയലിൻ്റെ ഒരു ഇതല്ലേ വരിക? എക്സിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ലേ വരിക? B1 പ്ലസ് B2x പ്ലസ് B3x സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയതിൻ്റെ 1 ബൈ എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 ബൈ അല്ലെങ്കിൽ ഹോൾ ഇൻവേഴ്സ്, അല്ലേ? ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇത് അസ്യൂം ചെയ്യുക. അപ്പോൾ ആദ്യം അതിനെ ഈ രീതിയിലോട്ട് മാറ്റി, അതിനുശേഷം ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു B1 പ്ലസ് B2x പ്ലസ്, അല്ലേ, B3x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം എന്താ? നമ്മൾക്ക് ആവശ്യമുള്ള എന്താ? ഈ B1 B2 എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈഡ്
ഏത് ഫോമുലാണ്? നിങ്ങൾക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാം അല്ലേ? എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ അറിയാം. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു n into n minus 1 divided by 1 into a raised to n minus 2 b square. അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്? NCR എന്ന് എഴുതാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പാൻഷൻ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്കറിയാം 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ എക്സിന് പകരം ഈ ടേം വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ എന്താ വരുന്നത്? ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. 1 പ്ലസ് എക്സിന് പകരം ഈ ഇത്രയും ടേം എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു ഈ സൈഡ്. ഇനി കമ്പയർ ചെയ്യുക, കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. ഇവിടെ B1 രണ്ട് സൈഡും കമ്പയർ ചെയ്യുക. ഇവിടെ കോഎഫിഷ്യന്റ് അതായത് B1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആരാ? 1. B2 എന്ന് പറയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? ഇവിടെ എക്സ് സ്ക്വയർ വരുന്നത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? A1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ A1. ഇനി ഈ A1നെ നമുക്ക് എങ്ങനെ എഴുതാം? B1 1 ആണ്. അപ്പൊ A1നെ A1 ഇൻറ്റു 1 എഴുതിക്കൂടെ? ആ 1ന് പകരം എന്ത് കൊടുക്കാം? B1 കൊടുത്തു. അപ്പൊ A1 ഇൻറ്റു B1 ഒരു ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് B3 എന്ന് പറയുന്ന ആരാ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ ഒരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരും അല്ലേ? അപ്പൊ എന്താ വരുന്നത്? ഇവിടെ ഒരു A1 സ്ക്വയർ വരും, ഇവിടെ ഒരു A2 വരും. A1 സ്ക്വയർ പ്ലസ് A2 B3യുടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കിട്ടിയോ? ഇനി A1 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഫോർമുല, ഒരു പാറ്റേണിൽ എത്താൻ വേണ്ടിയിട്ടാണ്. A1 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? A1 ഇൻറ്റു A1 എന്ന് എഴുതാം. A1 ഇൻറ്റു A1 പ്ലസ് A2നെ എങ്ങനെ കൊടുക്കാം? A2 ഉണ്ടല്ലോ, A2 ഇൻറ്റു 1 കൊടുക്കാം. 1ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? B1 കൊടുക്കാം. അതാണ് ഇവിടെ A2 B1. ഇവിടെ എങ്ങനെ A1 B2 ആയത്? എങ്ങനെയാണ്? ഇവിടെ ഒരു A1 ഉണ്ട്, ഈ A1ന് പകരം എന്ത് കൊടുക്കാം? B2 കൊടുക്കാം. അപ്പൊ A1 B2 കിട്ടിയോ? ഇങ്ങനെയാണ് മാറ്റി എഴുതുന്നത്. അപ്പൊ ലാസ്റ്റിലെ ഫോർമുല എന്ന് പറയുന്നത് A1 Bn മൈനസ് 1 പ്ലസ് A2. ഇതാണ് ഫോർമുല. ഇത് യൂസ് ചെയ്ത് BNs ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നിങ്ങൾക്ക് സ്മോളസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ നമ്മൾ ചെയ്തു ഈ പ്രോബ്ലത്തിനകത്ത്. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ A1 എന്താ വരുന്നത്? വരിക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? B1 1 ആണെന്നറിയാം അല്ലെ? B1 1 ആണ്. B2 എന്ന് പറയുമ്പോൾ എന്താണ്? B2 എന്താ? A1 ആണ്. ഇവിടെ A1 എന്താ വരുന്നത്? A1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1. അപ്പോൾ 1 പ്ലസ് 11x മൈനസ് 6x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 11x മൈനസ് 6x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ബൈ 6 ഹോൾ സ്ക്വയർ അല്ലേ? പ്ലസ് എക്സെട്ര ഈക്വൽ ടു B1 പ്ലസ് B2x പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? B1 എന്താ? 1. B2 എന്ന് പറയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ വരുന്നത്? 11/6. B2 എന്ന് പറയുമ്പോൾ 11/6. ഇനി B3 എന്ന് പറയുമ്പോൾ എന്താ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക. അപ്പൊ B3 കിട്ടും നിങ്ങൾക്ക്. ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്ത് 6-7 എണ്ണം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം B1/B2, B2/B3, B3/B4. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ റൂട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് രാമാനുജൻസ് മെത്തേഡിൽ നമ്മൾ
ഒരു ഓൾജിബ്രൈക് ഇക്വേഷന്റെയോ ട്രാൻസ്ജെൻഡൽ ഇക്വേഷന്റെയോ സ്മോളസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. ഇതൊരു ട്രാൻസ്ജെൻഡൽ, ഇവിടെ ഒരു ഓൾജിബ്രൈക് ഇക്വേഷന്റെ സ്മോളസ്റ്റ് റൂട്ട് ഇവാലുവേറ്റ് ചെയ്തു, അതുപോലെ ഒരു ട്രാൻസ്ജെൻഡൽ ഇക്വേഷന്റെ സ്മോളസ്റ്റ് റൂട്ടും ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ജെൻഡൽ ഇക്വേഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം എളുപ്പമാണ്. ഇതിനെ വേഗം 1 മൈനസ് എന്നുള്ള ഫോമിലേക്ക് എഴുതി. ഇത് നോക്കൂ, ഇവിടെ എക്സ്പാൻഷൻ ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്താ? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് അല്ലേ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അല്ലേ. 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. പറഞ്ഞ് മനസ്സിലായോ? ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുന്ന ഇതിന് ട്രാൻസ്ജെൻഡൽ ഇക്വേഷൻ ആകുമ്പോൾ എക്സ്പാൻഷൻ കൊടുക്കണം. ഇവിടെ സൈൻ എക്സ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ കൊടുക്കണം. എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, അത് കൊടുക്കണം. കോസ് എക്സ് ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഇൻവേഴ്സ് എടുത്ത് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ട്രാൻസ്ജെൻഡൽ ഫംഗ്ഷൻസ്, ട്രാൻസ്ജെൻഡൽ ഇക്വേഷൻ ആണ് വരുന്നതെങ്കിൽ ആ ട്രാൻസ്ജെൻഡൽ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ ചെയ്യണം. കിട്ടിയോ? അപ്പൊ അതാണ് നമ്മളവിടെ രാമാനുജൻസ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സീക്കൻഡ് മെത്തേഡാണ്. ഈ സീക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എന്താ പറയുക, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന് ഒരു ഡീമെറിറ്റ് ഉണ്ട്. അതിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല എന്തായിരുന്നു? എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എന്തായിരുന്നു ഫോർമുല? എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. ഡെറിവേറ്റീവ് വാല്യൂറ്റ് ചെയ്യണം അല്ലേ? ഇതായിരുന്നല്ലോ ഫോർമുല ന്യൂട്ടൺ റാഫ്സൺ. പക്ഷെ ചില ഫങ്ഷൻസ് തരുന്ന സമയത്തിൽ നമ്മൾക്ക് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യൽ അത്ര ഈസി ആയിരിക്കില്ല. കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഇവാലുവേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെറിവേറ്റീവ് ഇല്ലാണ്ട് നമുക്ക് ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല അപ്ലൈ ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു ഡിഫിക്കൽറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് സീക്കൻഡ് മെത്തേഡ്. അപ്പൊ ഈ സീക്കൻഡ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവിനെ റീപ്ലേസ് ചെയ്യും. ഇതേ ഫോർമുലയിൽ ഡെറിവേറ്റീവിനെ റീപ്ലേസ് ചെയ്യുക. എങ്ങനെയാ നമ്മൾ ഡെറിവേറ്റീവ് എഫ് ഡാഷ് അറ്റ് എക്സ് എൻ ഇവാലുവേറ്റ് ചെയ്യുക? എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഫോർമുല എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എൻ മൈനസ് 1 അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് എനും അത് മാത്രമല്ലേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ടേമിനെ റീപ്ലേസ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ പറഞ്ഞ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. എക്സ് എൻ എടുത്തതിന് വരെ എക്സ് ഐ എന്ന് പറഞ്ഞു. എഫ് ഡാഷ് ഓഫ് എക്സ് ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ മൈനസ് ഫോർമുല എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഐ മൈനസ്. അതായത് ജസ്റ്റ് ഇതിനെ ഒന്നും കൂടെ സിമ്പിൾ മാറ്റി കൊടുത്തു. ഡാഷ് ഓഫ് എക്സ് ഐക്ക് പകരം എഫ് ഐ ഡാഷിന് ഡിനോട്ട് ചെയ്തു. അതുപോലെ എഫ് ഓഫ് എക്സ് ഐ എഫ് ഐ എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ചെയ്തു. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂട്ടൺസ് ഫോർമുലയാണ് ഈ തന്നിട്ടുള്ളത്. എക്സ് എൻ പ്ലസ് 1 പകരം ഒരു എക്സ് ഐ പ്ലസ് 1 നമ്മുടെ ടെക്സ്റ്റിൽ തന്നു മാത്രം. കിട്ടിയോ? അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും. നോക്കൂ, ഡെറിവേറ്റീവ് എന്നുള്ള ടേമേ പോയില്ലേ? എക്സ് ഐ മൈനസ് 1 എഫ് ഐ. എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഐ ആണ് കേട്ടോ. കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ സീക്കൻഡ് മെത്തേഡിൽ നിങ്ങളുടെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം. കിട്ടിയോ? അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ പ്രോബ്ലം ചെയ്യുന്നത് കണ്ടോ? അപ്പൊ ഈ സീക്കൻഡ് മെത്തേഡും പവർഫുൾ മെത്തേഡാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് in order to minimize the difficulty of Newton Raphson method. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഒരു ഓൾജിബ്രൈക് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ റൂട്ട് സീക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ സിമ്പിൾസ് ഒന്ന് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ
ഒന്നുമില്ലെങ്കിൽ നമ്മൾ x1 x2 ഇൻ്റർവെൽ എടുക്കില്ലേ, അതുപോലെ ഇവിടെ ഇൻ്റർവെൽ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, x-1 x0. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്തു. x-1 x0 അത് ആ ഇൻ്റർവെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ x-1 എന്ന് പറയുന്നത് എക്സ് സഫിക്സ് നിങ്ങൾ സാധാരണ x1 x2 ഒക്കെ എടുക്കില്ലേ, അതിന് പകരം ഇവിടെ അങ്ങനെ എടുക്കണമെന്ന് മാത്രം, കാരണം ആ ഫോർമുല അങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് സിമ്പിൾസ് ശ്രദ്ധിക്കുക. അപ്പോൾ റൂട്ട് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്താൽ, റൂട്ട് ലൈ ചെയ്യുന്ന ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തെന്താ ചെയ്യുക, ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. അല്ല, ആദ്യം ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യും. ഒന്ന് മൈനസും പ്ലസും ആണ്, ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ അതിനകത്ത് റൂട്ട് ലൈ ചെയ്യേണ്ടതെന്ന് കിട്ടി. ഇനി നമ്മളുടെ ഫോർമുല എന്ന് പറയാം, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, കേട്ടോ. ഇതെന്താ സാധനം, x1 ആണ്. നിങ്ങളുടെ ഫോർമുല ഇതല്ലേ, ഫോർമുല ഇതാണ്. അപ്പൊ ഐക്ക് 0 കൊടുക്കുമ്പോൾ x1 കിട്ടുക കേട്ടോ. ഐക്ക് 0 കൊടുക്കുമ്പോൾ x1, ഐക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, x-1 f0 അല്ലേ. അതാ x-1 f0 മൈനസ് ഇത് കിട്ടും. ഇത് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം മനസ്സിലായോ? ഇനി ഇത് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് കിട്ടും. അപ്പോൾ 0നോട് അടുപ്പിച്ച് കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എക്സിന് ഐക്ക് 0 കൊടുത്തു, ഇനി ഐക്ക് 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഫംഗ്ഷൻ വാല്യൂ 0നോട് അടുത്ത് വന്നിട്ടില്ല, 0.1 വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് ഒരു പെട്ടി വരയ്ക്കണം. അത് ഇതിലൊക്കെ ചിലതിൽ കാണുന്നില്ല. n(xn) എല്ലാത്തിലും ഇങ്ങനെ തന്നെ, f(xn). കിട്ടിയോ? ഇത്രയും മാത്രമാണ് സീക്കൻഡ് മെത്തേഡിലും പറയാനുള്ളത്. ഇനി ഞാൻ കുറച്ച് ഈ 4 മെത്തേഡ്, ഇപ്പം എത്ര മെത്തേഡ് പഠിച്ചു, 5-6 മെത്തേഡ് പഠിച്ചു. ബൈസെക്ഷൻ മെത്തേഡ് പഠിച്ചു, റെഗുലർ ഫോൾസി മെത്തേഡ് പഠിച്ചു, ഐട്രേഷൻ പഠിച്ചു, ന്യൂട്ടൺ റൈഫ്സൺ പഠിച്ചു, 6 മെത്തേഡ് പഠിച്ചു, രാമാനുജൻ പഠിച്ചു, ദെൻ സീക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഈ 6 മെത്തേഡിലുമുള്ള പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. അതിന് സമയം ഒരു 3 ദിവസം തരാം കേട്ടോ. ഓക്കെ.